കുഞ്ഞുമണി ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഒരു ഹായ് പറ. ഹായ് 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 ഹായ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ തടി കുറയ്ക്കാം എന്നതാണ്. ഒരു എക്സസൈസും കൂടാതെ ഭക്ഷണത്തിലെ കുറച്ച് ക്രമീകരണങ്ങൾ മാത്രം കൊണ്ട് എങ്ങനെ തടി കുറയ്ക്കാം എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ദിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ ഏകദേശം ഒരു 2 മാസം കൊണ്ടാണ് തടി കുറച്ചെടുത്തത്. എത്ര കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കരുത് കേട്ടോ, കാരണം ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ പറയാം, ആദ്യം ഞാനൊരു 70 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം XXL ഉള്ള ഡ്രസ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് XL ഉള്ളത് പോലും ഭയങ്കര വലുതായിട്ടാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് XL ആണ് കേട്ടോ. XXL എല്ലാം നല്ല വലുതായിട്ട് കിടക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു XL കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് XL ഓർഡർ ചെയ്ത് വാങ്ങിയത്. XL വാങ്ങിയപ്പോൾ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സംഭവം ഇത്രയ്ക്ക് വലുതാട്ടോ എനിക്ക്. ഇത്രയ്ക്ക് വലുതാണ്. ഇത്രയ്ക്ക് വലുതാട്ടോ എനിക്ക്. ഇല്ല, ബോഡിയിൽ മൊത്തത്തിൽ ഇത്രയ്ക്ക് വലുതാണ്. കൈ ആയാലും, കൈയൊക്കെ കാണുമ്പോൾ അറിയാം എന്ത് ലൂസാണെന്ന്. കണ്ടോ, നല്ല വലുതാട്ടോ എനിക്ക്. ശരിക്കുള്ള എൻ്റെ ബോഡി കാണിച്ചു തരാം. ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തടി കുറക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒരു എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. സമയത്തിൽ മാത്രം കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്തു. കഴിക്കുന്ന അളവിലായാലും ഞാൻ കുറച്ചിട്ടൊന്നുമില്ല. കഴിക്കണ മാതിരി തന്നെയാണ് കഴിക്കണത്. അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളായാലും വൈകിട്ട് പപ്പ എന്തെങ്കിലും കടിക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട അങ്ങനെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. എല്ലാ ഭക്ഷണം കഴിക്കും. ഞാൻ വൈകിട്ടും ചോറാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രാവിലത്തെ കാപ്പി ഒരു 7 to 8 മണിക്കുള്ളിൽ കഴിക്കണം. രാവിലത്തെ കാപ്പി 7 to 8 മണിക്കുള്ളിൽ കഴിക്കണം. ഒരു ചായ, അതുപോലെ 2 ദോശയോ 2 ഇഡലിയോ എന്തായാലും നമുക്കത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉച്ചത്തെ ഭക്ഷണം ചോറ് 12 മണിക്കുള്ളിൽ കഴിക്കാൻ നോക്കുക. 1 മണിക്കോ 2 മണിക്കൊക്കെയാണ് സാധാരണ കഴിക്കാറ്. അത്രയ്ക്ക് സമയം പോവാതെ ഒരു 12 മണി ആകുമ്പോഴത്തേക്ക്, ഉച്ചയ്ക്ക് 12 മണി ആകുമ്പോഴത്തേക്ക് ഉച്ചത്തെ ഫുഡ് ഉറപ്പായിട്ട് കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാത്രിത്തെ ഫുഡാണ്. രാത്രിയത്തെ ഫുഡ് ഒരു 7 മണിക്കുള്ളിൽ കറക്റ്റായിട്ട് കഴിച്ചിരിക്കണം. 7 to 7:30 തന്നെ ഉറപ്പായിട്ട് കഴിച്ചിരിക്കണം കേട്ടോ. 8 മണിക്കും 9 മണിക്കും അങ്ങനെയൊന്നും കഴിക്കാൻ നിൽക്കരുത്. കറക്റ്റ് ഒരു 7 മണി ആകുമ്പോൾ തന്നെ ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നിറയെ വെള്ളം കുടിക്കുക. രാത്രി കൂടുതൽ വെള്ളം കുടിക്കാൻ നിൽക്കണ്ട. പകലുള്ള സമയം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങണതിൻ്റെ അനുസരിച്ച് നമ്മളെ സ്കിന്ന് വലിഞ്ഞ് ഒരുമാതിരി ആവും കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന അളവിലൊന്നും കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയം മാത്രം ഒന്ന് ക്രമീകരിച്ച് കഴിച്ചാൽ മതി. അതുപോലെ വൈകിട്ടത്തെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നവർ അങ്ങനെ കഴിക്കാം. പിന്നെ പഞ്ചസാര അളവിൽ കുറച്ച് കുറയ്ക്കണം നല്ലതായിരിക്കും. വൈകിട്ട് പഞ്ചസാര ഇട്ടിട്ടുള്ള ചായയും കാപ്പിയോ തേയിലയോ ഇമാതിരി ഒരു സാധനം കഴിക്കില്ല. അല്ല, രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും. പിന്നെ വൈകിട്ട് ചൂടുവെള്ളമാണ് കുടിക്കാറ്. പിന്നെ വല്ല കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയ ഫുഡ് കഴിക്കുക, ഇമാതിരി പണിയൊക്കെ ചെയ്യൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ദിവസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തടിയൊന്നും വെക്കാൻ പോണില്ല. ഇത് കള്ളല്ല കേട്ടോ ഞാൻ പറയണത്. ഇത് XL ആണ്. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഇത് XL ആണ്. അതുപോലെ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ കേട്ടോ. ഇതെല്ലാം XXL ആണ്. എത്ര കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. കണ്ടോ, ഇതാണെങ്കിൽ XXL. അതുപോലെ ഇതെൻ്റെ വേറൊരു ഡ്രസ്സാണ്. അതുണ്ടോ, 46 ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരവസ്ഥ. അപ്പോൾ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഉച്ചയ്ക്കുള്ള ഉറക്കം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നിർത്തിക്കോളൂ കേട്ടോ. കാരണം ഉച്ചയ്ക്കുള്ള ഉറക്കം നമുക്കൊരിക്കലും ഗുണം ചെയ്യൂല. ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ ഒന്ന് ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഉറക്കം കുറയ്ക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 1 മാസം കൊണ്ട് 2-3 കിലോയൊക്കെ നല്ല രീതിയിൽ കുറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.